ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ട് നമുക്ക് ക്ലച്ച് സൈഡ് വൈബ്രേഷനാണ് മെയിൻ കംപ്ലയിൻറ്റ്. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക, ഗിയർ ഓയിൽ മാറ്റുക, ബ്രേക്ക് ഷൂ ചെക്കപ്പ്, അത്രയാണ് പറഞ്ഞറിഞ്ഞത്. ബ്രേക്ക് ലൈൻഡർ നമുക്ക് മാറ്റണം കേട്ടോ, കാരണം അഡ്ജസ്റ്റിങ് പരമാവധി ആയേക്കണാണ്, തീർന്നേക്കണാണ് കേട്ടോ. ബ്രേക്ക് ലൈൻഡർ നമുക്ക് മാറ്റി പുതിയത് ഇടണം. പിന്നെ അതേപോലെ ഗിയർ ഓയിലും മാറ്റേണ്ട ടൈമാണ്, ഗിയർ ഓയിലും നമുക്ക് മാറ്റിയിടണം കേട്ടോ. പിന്നെ വണ്ടി ക്ലച്ച് വൈബ്രേഷൻ കാണിച്ചതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഈ ഇടയ്ക്ക് ക്ലച്ച് അവിടെ അഴിച്ചേക്കണാണ്. അതിൻ്റെ ക്ലച്ച് ഗ്രീസിൻ്റെ ഉള്ളിൽ ഒരുപാട് ഗ്രീസ് കയറ്റിയിട്ടുണ്ട്. സാധാരണ പൊടി വരുമ്പോഴും വൈബ്രേഷൻ കാണിക്കും. ഇത് ഗ്രീസ് ക്ലച്ച് ഔട്ടറിലേക്ക് വന്നിട്ട് ക്ലച്ച് പിടിക്കാണ്ട് പോകുമ്പോഴാണ് ആ പ്രോബ്ലം കാണിച്ചുകൊണ്ടിരുന്നത്. ഫസ്റ്റ് കൂടുതലായിട്ടല്ല, ഓൾറെഡി കുറച്ച് ഗ്രീസ് അതിൻ്റെ ഉള്ളിലേക്ക് ഉരുകി ഇറങ്ങിയായിരുന്നു, അതാണ് കംപ്ലയിൻറ്റ് കേട്ടോ. പിന്നെ നമ്മൾ അത് തുടച്ച് ക്ലീൻ ചെയ്ത് കറക്റ്റാക്കി റീസെറ്റ് ആകുന്നുണ്ട്. ഇതുമ്പോൾ കിടക്കണ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ്, ഒറിജിനൽ അല്ല. ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് അല്ല കിടക്കണം കേട്ടോ. ഇടയ്ക്ക് എപ്പോഴോ മാറ്റിയേക്കണതാണ്, വലിയ പഴക്കമില്ല. തൽക്കാലം അത് കിടന്ന് ഓടട്ടെ, എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്ന സമയത്തൊക്കെ മാറ്റി കമ്പനി ഒറിജിനൽ ആയിട്ട് ഇട്ടാൽ മതി. പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം അഴുക്കായിരുന്നു, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട്. വേറെ ലീക്കേജ് ഒന്നുമില്ല. നിലവിൽ ആ ഗ്രീസ് ഇറങ്ങി വന്നതാണ് പ്രോബ്ലം. അപ്പോൾ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു. അപ്പോൾ അത് നമ്മൾ കൂട്ടത്തിൽ കൂടെ ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബ്രേക്ക് ഷൂ മാറുന്നുണ്ട്, ഗിയർ ഓയിൽ മാറ്റുന്നുണ്ട്, അതേപോലെ തന്നെ ക്ലച്ച് ഫുൾ റീസെറ്റ് ചെയ്യുന്നുണ്ട്. എൻജിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓയിൽ നല്ല ഓയിലാണ്, അപ്പോൾ മാറ്റേണ്ട ടൈം ആയിട്ടില്ല. അപ്പോൾ ഓയിൽ നമുക്ക് അത് തന്നെ മതി. പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡ്, ഇടത് സൈഡിലെ ബ്രേക്ക് പിടിച്ചിട്ട് നമുക്ക് സെൽഫ് അടിക്കുന്ന സമയത്ത് വർക്ക് ചെയ്യണില്ല, സ്റ്റാർട്ട് ആവുന്നില്ല. അത് അതിൻ്റെ ഉള്ളിൽ വരുന്ന സ്വിച്ചിൻ്റെയാണ്. അതും കൂടിയും കൂട്ടത്തിൽ കൂടെ നമ്മൾ അഴിച്ച് റീസെറ്റ് ആകുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കേസ് മെയിനായിട്ടുള്ളൂ, വേറെ നമുക്ക് ജനറൽ സർവീസ് ആയിട്ടൊന്നുമില്ല. ഇത്രയും വർക്കുകളാണ് പറഞ്ഞേക്കണേ. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ.